ആ ബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിധായിനി എന്നുള്ള മന്ത്രങ്ങളുടെ സാമാന്യ അർത്ഥമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവ് മുതൽക്ക് കീടം വരെയുള്ള ജീവികളെ ജനിപ്പിച്ചവൾ എന്നാണ് ആദ്യത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഏകദേശം 80-90 വർഷങ്ങൾ മുമ്പ് ഉണ്ടായതാണ്. കാഞ്ചി പരമാചാര്യർ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണത്. അദ്ദേഹം ഭാരതത്തിനെ 3 പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൽക്കത്തയിൽ അദ്ദേഹം താമസിച്ചിരുന്ന സമയമാണ്. പല രീതിയിലുള്ള പൂജകളും അവരുടെ ആശ്രമങ്ങളിൽ നടത്താറുണ്ട്. അതിലൊരു പൂജയാണ് സുമംഗലി പൂജ എന്ന് പറയുന്നത്. സുമംഗലി പൂജയിൽ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ പങ്കെടുക്കും, അവരെ വന്ദിക്കും, അവരെ പൂജിക്കും. അങ്ങനെയുള്ളൊരു രീതിയാണ് ആ പൂജ. കൽക്കത്തയിൽ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്ന സന്ദർഭമാണത്. അപ്പോൾ ശാന്തിനികേതൻ അദ്ദേഹം ഉണ്ടാക്കിയ സർവകലാശാലയിൽ ഒരു സ്ത്രീക്ക് ഈ പൂജയിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിലുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അവർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം ചോദിച്ചു. ഞാൻ ഈ പൂജയ്ക്ക് പോയിക്കോട്ടെ, അതിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. എങ്കിലും പോകുന്ന സമയത്തൊരു ചോദ്യം ചോദിച്ചു, ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ കാഞ്ചി പരമാചാര്യരുടെ ആശ്രമത്തിലേക്കല്ലേ പോകുന്നത്? അവിടുത്തെ സുമംഗലി പൂജയിലാണല്ലോ പങ്കെടുക്കാൻ പോകുന്നത്. അവിടെ ഈ ബ്രാഹ്മണർക്ക് മാത്രമല്ലേ അനുവാദമുള്ളൂ, അബ്രാഹ്മണരായിട്ടുള്ള സ്ത്രീകളെ അദ്ദേഹം അനുവദിക്കുമോ? ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ആ ബ്രഹ്മ കീടജനനി എല്ലാവരും അമ്മയുടെ സൃഷ്ടിയാണ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. കുറച്ചൊരു ഈ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിമർശനമായിരുന്നു അത്. ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. അവർ കാഞ്ചി പരമാചാര്യരുടെ ആ പൂജയിൽ പങ്കെടുത്തു. അവരുടെ മഠങ്ങളിൽ ചില പൂജകളിൽ ചിലരെ അനുവദിക്കാറില്ല. ഇവർ ആ പൂജയിൽ പങ്കെടുത്തു. പൂജ കഴിഞ്ഞിട്ട് സ്വാമിയുടെ ദർശനത്തിന് പോയി. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഇവർക്ക് അവസരം കിട്ടി. അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തി. ഇങ്ങനെ മഹാത്മാക്കളുടെ മുമ്പിൽ ഓരോരുത്തർ പോകുമ്പോൾ കൂടെയുള്ളവർ പരിചയപ്പെടുത്തും. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവരാണ്, അച്ഛൻ്റെ പേരും അവരുടെ കുടുംബ പാരമ്പര്യവും ഒക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുക. അങ്ങനെ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി. ഈ ശാന്തിനികേതനിലാണ്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തിനികേതനിലാണ് ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അദ്ദേഹത്തിൻ്റെ വിമർശനം വളരെ കാഞ്ചി പരമാചാര്യരോട് സൂചിപ്പിച്ചു. ഇങ്ങനെ ആ ബ്രഹ്മ കീടജനനി എന്നാണല്ലോ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താണ് മറ്റുള്ളവരെ കാഞ്ചി മഠത്തിൽ അനുവദിക്കാത്തത് ചില പൂജകളിൽ എന്ന് ചോദിച്ചു. കാഞ്ചി പരമാചാര്യ ശകലം ആലോചിച്ചു. ആ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ബ്രഹ്മ കീടജനനി എന്നുള്ള മന്ത്രത്തിൻ്റെ അടുത്ത മന്ത്രം എന്താണെന്ന് ചോദിച്ചു. അത് വർണ്ണാശ്രമ വിധായിനി എന്നാണ്. അപ്പോൾ വർണ്ണത്തിലൂടെയും ആശ്രമ സ്ഥാപനത്തിലൂടെയും ഈ പ്രപഞ്ച നിയമങ്ങളിലൂടെ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന് നിലനിൽപ്പിനും അതിൻ്റെ ശരിയായ ഫങ്ഷനിങ് അതിനും ഇതാവശ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. വർണ്ണാശ്രമ ആ സംവിധാനത്തിലൂടെ ഇതിനെ ശരിയായ രീതിയിൽ നടത്തിച്ചുകൊണ്ട് പോകുന്നവൾ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ വർണ്ണാശ്രമ വിധാനം, വർണ്ണാശ്രമ നിയമങ്ങൾ സമൂഹത്തിൽ ചിട്ട കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതാണ്. ഒരു അടുക്കും ചിട്ടയുമുള്ള ജീവിതത്തിലൂടെയേ എല്ലാവർക്കും ഉദ്ഗതി ഉണ്ടാവുകയുള്ളൂ. അവരവർക്ക് ഏറ്റവും സുപരിചിതമായ ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന നിയമം. ഒരു കണക്ക് പഠിപ്പിക്കുന്ന ആളെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടു, അയാൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ മരിക്കും. ഒരു യോദ്ധാവ് അയാളുടെ നിയമം പാലിച്ചില്ല, അയാളുടെ ക്ഷാത്രവീര്യം കാണിച്ചില്ല, എന്നാൽ ആ ദേശം നശിക്കും. ഒരു കച്ചവടക്കാരൻ അവൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം. ഒരു കൃഷി ചെയ്യുന്ന ആൾ അയാളുടെ ധർമ്മം അനുഷ്ഠിക്കണം. ഒരു തെങ്ങ് കയറാൻ അറിയില്ല, ഒരു നെയ്ത്തുകാരനെ തെങ്ങ് കയറാൻ പറഞ്ഞാൽ
അയാൾ തീർച്ചയായിട്ടും താഴെ വീഴും. അതുകൊണ്ട് ഓരോരുത്തരും അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള അവനവൻ്റെ ധർമാനുഷ്ഠാനം കൊണ്ട് ഉദ്ഗതി നേടുക. എല്ലാവർക്കും ഈശ്വരപ്രാപ്തിക്കുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഈ വർണ്ണാശ്രമ വിധായിനി ആബ്രഹ്മ കീടജന്യ എന്നുള്ള മന്ത്രങ്ങൾ കൊണ്ട് അമ്മ എല്ലാവർക്കും അമ്മയാണ്, എല്ലാവരുടെയും ഉദ്ഗതിക്ക് വേണ്ടി അമ്മ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ലളിതാ സഹസ്രനാമം പോലത്തെ സ്തോത്രപാരായണം കൊണ്ട് ഇങ്ങനത്തെ മന്ത്രങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഉറപ്പിക്കുകയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പടിപടിയായിട്ട് ശ്രമിക്കുകയും വേണം എന്നുള്ളതാണ് താല്പര്യം. അതിനെ കാഞ്ചി പരമാചാര്യ സൂചിപ്പിച്ചു. ഇങ്ങനെ വർണ്ണാശ്രമ വിധായിനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ചില പൂജകളിൽ അവർ അനുവദിക്കാത്തത് എന്നുള്ള ഒരു ഉത്തരമാണ് അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞത്. ശ്രീ ലളിതാ സഹസ്രനാമം എന്നുള്ള ഈ ഉത്തമമായ സ്തുതി വശന്യാദി വാഗ്ദേവികൾ എഴുതിയിട്ടുള്ളതാണ്. ഇതൊരു കടൽ പോലെ പരന്നതും വിസ്താരമുള്ളതും ആഴമേറിയതും ആണ്.